കുട്ടിക്കാലത്ത് നമ്മൾ റൂളേഴ്സും പെൻസിലും ഒക്കെ ഉപയോഗിച്ച് വരച്ചിരുന്ന ആ വീടുകൾ ഓർമ്മയുണ്ടോ? വിത്ത് സ്ട്രേറ്റ് ലൈൻസ്, ചാമിങ് കളേഴ്സ് ആൻഡ് ഓൾ. ദാറ്റ്സ് എക്സാക്ട്ലി ഹൗ സ്റ്റാഡേ ലുക്സ് ലൈക്ക്. നോർത്തേൺ ജർമ്മനിയുടെ ഭാഗമായിട്ടുള്ള ഒരു കൊച്ചു ടൗൺ ആണ് സ്റ്റാഡേ. ഹിസ്റ്റോറിക്, പീസ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആസ് വെൽ. പതിനേഴാം നൂറ്റാണ്ടിലെ സ്വീഡിഷ് റൂളിനെ ഓർമ്മപ്പെടുത്തുന്നവയാണ് ഈ ഓൾഡ് ഹാർബറും ടൗണും എല്ലാം തന്നെ. കല്ല് വിരിച്ച ഇടുങ്ങിയ നടപ്പാതകളും തടിയും ക്ലേയും ഇഷ്ടികയും എല്ലാം ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഹാഫ് ടിമ്പേർഡ് ഹൗസസ് എന്ന് വിളിക്കുന്ന വീടുകളുമെല്ലാം മറ്റ് ജർമ്മൻ നഗരങ്ങളിൽ നിന്ന് സ്റ്റാഡയെ വ്യത്യസ്തമാക്കുന്നു. Standing silently by the harbor, the crane is more than just a curious wooden structure. It's a rare and fascinating relic of pre-industrial engineering, and once played a vital role in the bustling trade life of Stade. സ്വീഡിഷ് ഭരണകാലത്ത് മിലിറ്ററി സപ്ലൈസ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു വെയർഹൗസ് ആണ് ഇന്ന് ഈ കാണുന്ന മ്യൂസിയമായി മാറ്റിയിരിക്കുന്നത്. മീൻ കിട്ടിയോ? എന്ത് മീനാ ചേച്ചിയുടെ കയ്യില്? കനാൽ ക്രൂസ് എൻജോയ് ചെയ്യുന്നവർക്ക് സ്റ്റാഡേ ഒരു പീസ്ഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും ഓഫർ ചെയ്യുന്നത്. A slower pace and fewer crowds compared to larger cities make Stade ideal for relaxed strolling and photography. ജർമ്മൻസ് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സീസണാണ് സമ്മർ. സ്റ്റാഡേയിൽ എല്ലാ വർഷവും സമ്മർ റിലേറ്റഡ് ആയി നടക്കുന്ന ഒരു വൈൻ ടേസ്റ്റിംഗ് ഫെസ്റ്റിവൽ വളരെ ഫേമസ് ആണ്. ജർമ്മനിയുടെ പല ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള ഏകദേശം 30ഓളം വൈൻ ഗ്രോവേഴ്സും അവരുടെ 250ഓളം വരുന്ന വൈൻ വെറൈറ്റീസും ആ ദിവസം നമുക്കിവിടെ കാണാൻ പറ്റും. കാണാൻ മാത്രമല്ല, ആസ്വദിക്കാനും. കറി വേസ്റ്റ് ഇല്ലാതെ നമുക്ക് എന്താ ആഘോഷം? അതെ, ജർമ്മനിയിലെ ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണ് കറി വേസ്റ്റ്, വിച്ച് ഇസ് മെയ്ഡ് ഓഫ് കറി സോസ് ആൻഡ് സോസേജസ്. ആൻഡ് ഇത് ടിപ്പിക്കലി ഒരു പീസ് ഓഫ് ബ്രെഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഫ്രൈസിൻ്റെ കൂടെയോ ആയിരിക്കും സെർവ് ചെയ്യുക. ചരിത്ര പ്രാധാന്യമുള്ള പള്ളികളാണ് സ്റ്റാഡയുടെ മറ്റൊരു പ്രത്യേകത. അതിലൊന്നാണ് ടൗൺ ഹാളിനടുത്തായിട്ടുള്ള ഈ പള്ളി. റിയൽ മാർബിളിൻ്റെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ അൾത്താർ നിർമ്മിച്ചിരിക്കുന്നത്, അതും മരത്തിൽ. മാർബിളിൻ്റെ കോസ്റ്റും വെയ്റ്റും എല്ലാം എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്നിക്ക്. It wasn't a place I added to my bucket list because of some random reel. ട്രെയിനിലെ പേര് കണ്ടിട്ട് പേരിനോട് തോന്നിയ ഇഷ്ടം കൊണ്ട് വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ച ഒരു സ്ഥലമായിരുന്നു സ്റ്റാഡേ. And what a beautiful discovery it turned out to be. And now it's finally time to say goodbye to Stade, a town that quietly stole a piece of my heart. I hope you all loved Stade as much as we did.